കാശ്മീരിലെ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഭീകരകേന്ദ്രങ്ങളിലും പാക് സൈനിക താവളങ്ങളിലും നടത്തിയ ഇന്ത്യയുടെ മിന്നലാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂർ ആഭ്യന്തര പ്രതിരോധ വ്യവസായ മേഖലയുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും ശക്തി കൂടി ലോകത്തോട് വിളിച്ചറിയിക്കുന്നതായിരുന്നു. ഇതിൽ തന്നെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ നൽകിയ സംഭാവനയും ശ്രദ്ധേയമായി. ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ സ്വാശ്രയത്വവും ലോകം തിരിച്ചറിഞ്ഞെന്ന് നിസ്സംശയം പറയാം. ഒരു ദശാബ്ദത്തിന് മുമ്പ് വരെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുമായിരുന്നു ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള കമ്പനികളും അവർ പുത്തൻ സാങ്കേതികവിദ്യയിൽ പുറത്തിറക്കുന്ന പ്രതിരോധ ഉൽപ്പന്നങ്ങളും ആയുധങ്ങളുമാണ് രാജ്യത്തിൻ്റെ പടക്കോപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങുന്നത്. അതേപോലെ ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയും വാർഷികമായി കുതിച്ചിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ? ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, ആൽഫ ഡിസൈൻ ടെക്നോളജീസ്, പരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ്, ഐഡിയ ഫോർജ് ടെക്നോളജീസ്, IG ഡ്രോൺസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളൊക്കെ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായി വിവിധതരം ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പ്രതിരോധ പങ്കാളികൾ കൂടിയാണ്. അതേപോലെ ലാഡ്സൺ ആൻഡ് ട്യൂബ്രോ, അദാനി ഗ്രൂപ്പ്, ഭാരത് ഫോർജ് തുടങ്ങിയ രാജ്യത്തെ നിരവധി വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും ആഭ്യന്തര പ്രതിരോധ മേഖലയിലെ സാന്നിധ്യം ശക്തമാക്കുന്നുണ്ട്. ഇതിൽ എയർബസ്, സ്പെയിനുമായി ചേർന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ഇന്ത്യൻ പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ C-295 മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച കെമിക്കാസി വിഭാഗത്തിലെ ഡ്രോൺ അഥവാ ആളില്ലാ ചാവേർ വിമാനങ്ങൾ നിർമ്മിച്ചത് IG ഡ്രോൺ എന്ന കമ്പനിയാണ്. പർസ് ഡിഫൻസ് ആകട്ടെ ഇലക്ട്രോണിക് വാർഫെയർ, ഒപ്റ്റിക്സ്, ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ തയ്യാറാക്കുന്നു. അതേപോലെ ഇസ്രായേലിലെ എൽബിറ്റ് സിസ്റ്റംസുമായി ചേർന്ന് ആൽഫ ഡിസൈൻ ടെക്നോളജീസ് അതീവ കൃത്യതയോടെ എതിരാളികളെ ആക്രമിക്കാൻ സാധിക്കുന്ന സ്കൈ സ്ട്രൈക്കർ എന്ന ഡ്രോൺ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി നിർമ്മിക്കുന്നു. സമാനമായി സോളാർ ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന നാഗാസ്ത്ര 1 ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിന് മൂർച്ച കൂട്ടുന്നവയാണ്. ന്യൂ സ്പേസ് റിസർച്ച് ആകട്ടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ സ്വാം ഡ്രോൺ സംവിധാനങ്ങളും സജ്ജമാക്കുന്നു. അതേപോലെ ഐഡിയ ഫോർജ് ടെക്നോളജീസ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുമായി ചേർന്ന് സ്വിച്ച് UAV, നേത്ര V2 എന്ന ഡ്രോണുകൾ നിർമ്മിച്ച് സേനകൾക്ക് കൈമാറുന്നുണ്ട്. എന്തായാലും കാർഗിൽ യുദ്ധത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഇന്ത്യ ഫലപ്രദമായി വിനിയോഗിച്ചതിന് ഗുണഫലം കണ്ടു തുടങ്ങിയെന്ന് ചുരുക്കം. ഇനി എന്ത്? 550-ലധികം കമ്പനികളും 5500-ലധികം പൈലറ്റുമാരും ഉൾപ്പെടുന്ന ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സംവിധാനങ്ങൾ 2030 ആഗോള ഡ്രോൺ ഹബ്ബായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ്. അതേപോലെ ഡ്രോൺ ഭാഗത്തിൽ മാത്രം വികസനം ഒതുക്കാതെ കൂടുതൽ ലോജിസ്റ്റിക്സ് സേവനങ്ങൾക്കായുള്ള കാര്യശേഷിയും സിയാച്ചിൻ പോലുള്ള ഉയർന്ന തലങ്ങളിലെ യുദ്ധമേഖലകളിലെയും ദൗത്യത്തിന് പ്രയോജനകരമാകാവുന്ന ആളിലെ വിമാനങ്ങൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണുള്ളത്. ഗരുഡ എയറോസ്പേസിൻ്റെ ജഡായു, സ്കൈപോഡ് പോലുള്ളവ ഉദാഹരണം. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സ്വാം ഡ്രോൺ സംവിധാനം തയ്യാറാക്കുന്ന 114 AI ഇന്നൊവേഷനും ത്രോട്ടിൽ എയറോസ്പേസിൻ്റെ രാവൻ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളുമൊക്കെ സൈനിക സാങ്കേതികവിദ്യയിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അതേസമയം ബഹിരാകാശ മേഖലയിലേക്കും ഇന്ത്യൻ കമ്പനികളുടെ സാന്നിധ്യം വ്യാപിക്കുകയാണ്. ദിഗന്തര, പിക്സൽ, ധ്രുവ സ്പേസ്, അനന്ത് ടെക്നോളജീസ് പോലുള്ള കമ്പനികൾ കൃത്രിമ ഉപഗ്രഹങ്ങളും ബഹിരാകാശ സംവിധാനങ്ങളും തയ്യാറാക്കുന്നവയാണ്. എന്തായാലും ഇന്ത്യൻ സൈനിക കരുത്ത് സ്വകാര്യ കമ്പനികളുടെ വളർച്ചയുടെ 11 മടങ്ങ് വളരുമെന്നത് തീർച്ചയാണ്. ഡിസ്ക്ലൈമർ: മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്തിന് നൽകുന്നതാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതയ്ക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക തുറയുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നീക്കം ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.